ഓൺലൈനൊക്കെ ഗുണമാണോ, കിട്ടുമോ എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. കിട്ടുമെന്ന് മാത്രമല്ല, 700-നപ്പുറത്തേക്ക് കൂളായി പോവാനും ആ ഡെഡിക്കേഷനും പാഷനും നിങ്ങളെ സഹായിക്കുമെന്ന മെസ്സേജ് കൂടിയാണ് നൂറയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എങ്ങനെയുണ്ട് താത്തേന്റെ റിസൾട്ട് കാണുമ്പോൾ മോക്ക് എന്താ തോന്നുന്നത്? ഇത് ഭയങ്കര ഭാരം തോന്നുന്നുണ്ടാ? ഇനി എന്നെ ആളുകൾ ഇങ്ങനെ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഹായ്, നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെയുടെ വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. 7:45 സമയമാകുമ്പോഴത്തേക്ക് നൂറ ക്യാമ്പസിലുണ്ട്. നൂറ സൈലത്തിന്റെ ക്യാമ്പസിൽ വരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. സൈലത്തിന്റെ ഓൺലൈനകത്ത് റിപ്പീറ്റ് ചെയ്ത് അടിപൊളിയായി പെർഫോം ചെയ്ത് ഇന്നലെ എൻട്രൻസ് പോയി എഴുതി ഞാൻ 700 കടന്നിരിക്കുന്നു എന്ന വിശേഷം പറയാൻ അവൾ ആദ്യമായി സൈലം ക്യാമ്പസിൽ എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. മോൾ ഇന്നലെ കോഴിക്കോട്ട് വന്നാണ് പരീക്ഷ എഴുതിയത് അല്ലേ? മലപ്പുറത്ത് നിന്ന് നൂറ കോഴിക്കോട്ട് വന്ന് പരീക്ഷ എഴുതി. കോഴിക്കോട്ട് ഇന്നലെ തിരിച്ചു മലപ്പുറത്ത് പോയിട്ട് രാത്രി ഇതൊക്കെ കൂട്ടി റെഡിയാക്കി 700-നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സൈലത്തിന്റെ ക്യാമ്പസ് കാണാൻ ആദ്യമായി നൂറ വരികയാണ്. എങ്ങനെയുണ്ട് ഇവിടേക്ക് വരുമ്പോഴുള്ളൊരു ഫീൽ? അഭിമാനം തോന്നുന്നുണ്ട്? എന്താണ് പറയാനുള്ളത്? കിട്ടിയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റും എന്ന ഫീലോടുകൂടെ തന്നെയാണോ റിപ്പീറ്റ് ചെയ്തത്? 100% ഉറപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ആ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വേണ്ടത് എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ കോൺഫിഡൻസ് ആണോ അതോ സ്ട്രാറ്റജികൾ മാത്രമാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? രണ്ടിനും പ്രയോറിറ്റി. അപ്പൊ രണ്ടിൽ കോൺഫിഡൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള തോന്നലില്ലേ? ഉണ്ട്. അപ്പൊ നൂറ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കണം. നമ്മള് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഇന്നലെയൊക്കെ വിളിച്ച് കുറെ പേര് കരയൊക്കെ ചെയ്യുന്നുണ്ട്. കുറഞ്ഞു പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനത്തെ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഒരു വർഷം നമ്മളുടെ ഓൺലൈൻ ധീര ബാച്ചിനകത്ത്, റിപ്പീറ്റർ ബാച്ചിനകത്ത് കൂളായി പഠിച്ച് തൻ്റെ കോൺഫിഡൻസിനെ 700 കടത്തിയാണ് നൂറ വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നൂറ ഒരു വലിയ മെസ്സേജാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിന്റെ ഓൺലൈൻ കാലം എന്ന് പറയുന്നത്? നല്ല കാലമായിരുന്നു. മെന്ററൊക്കെ ഓർക്കുന്നുണ്ടോ? മെന്ററിനെയൊക്കെ അഞ്ജന മാം ആയിരുന്നു മെന്റർ. നല്ല മിസ്സായിരുന്നു. എപ്പോഴും വിളിക്കും, നമുക്ക് എന്തൊക്കെ ആവശ്യമില്ലെന്നൊക്കെ ചോദിക്കും. മാർക്ക് അനലൈസ് ചെയ്തിട്ട് ഇതാക്കും. മോളെ മാർക്കൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരുന്നു. റിസൾട്ട് വന്നിട്ട് അഞ്ജനയെ വിളിച്ചോ? മിസ് മെസ്സേജ് ചെയ്തിരുന്നു. ആണോ? അപ്പൊ അഞ്ജനക്ക് കൂടെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അഞ്ജനയെ കണ്ടിട്ടുണ്ടോ നൂറ എപ്പോഴെങ്കിലും? ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കാണാത്ത അല്ലേ? ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കുറെ ഫീലുകൾ ഉണ്ടാവും. ഇതുവരെ കാണാത്ത ഒരാളുണ്ട്, നിങ്ങളുടെ മെന്റർ. സൗണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത, സൗണ്ടിലൂടെയും പ്രസൻസിലൂടെയും നിങ്ങൾക്ക് എപ്പോഴും സ്നേഹം തോന്നിയ ഒരാളുണ്ട്. അഞ്ജനയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി അഭിമാനിക്കാം. അഞ്ജനക്ക് നിങ്ങൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയി വിളിച്ചുകൊണ്ടിരുന്ന, മാർക്ക് അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി 700 കടന്ന് വന്നിരിക്കുകയാണ്. ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമുണ്ട്. ചുറ്റും നിന്ന് ആളുകൾ ചോദിക്കുന്ന, ഓൺലൈനൊക്കെ ഗുണമാണോ, കിട്ടുമോ എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. കിട്ടുമെന്ന് മാത്രമല്ല, 700-നപ്പുറത്തേക്ക് കൂളായി പോവാനും ആ ഡെഡിക്കേഷനും പാഷനും നിങ്ങളെ സഹായിക്കുമെന്ന മെസ്സേജ് കൂടിയാണ് നൂറയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നമ്മൾ അന്നിരുന്ന് ക്ലാസ് ഒക്കെ കാണുന്ന സമയത്ത് എന്തൊക്കെ തരം ക്ലാസ്സുകളായിരുന്നു ഓൺലൈനിൽ ഉണ്ടായിരുന്നത്? ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡഡ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതില് ലൈവ് ക്ലാസ് ഒക്കെ മോളിരുന്ന് കാണും അല്ലെ? റെക്കോർഡ് ക്ലാസ് ഒക്കെ ഇരുന്ന് കാണുമ്പോ ആ ടീച്ചേഴ്സ് ഒക്കെ ലൈവായി തൊട്ടടുത്തുണ്ട് എന്നുള്ള ഫീൽ ഉണ്ടോ? അതോ ഈ ടീച്ചേഴ്സ് ഒക്കെ വിർച്വൽ ആണല്ലോ, എനിക്ക് കുറച്ചും കൂടെ ക്ലാസ് മുറിയിലെ ടീച്ചേഴ്സ് വേണം തന്നെയായിരുന്നു? ഇല്ല, നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയി ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഓൺലൈനിലാണ്. നമുക്ക് ലൈവില് നൂറയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു മെസ്സേജ് ആണ് പറയാനുള്ളത്. ഇനി നമ്മളുടെ ഹൈബ്രിഡിൽ 700 കടന്ന കുറെ പേരുണ്ട്. അവരെന്ത് പറയുന്നത് എനിക്ക് അറിയില്ല. നൂറ അവർക്ക് ചെക്ക് വെക്കുകയാണ്. അവള് പറയുന്നത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുക, ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ കാണുമ്പോഴാണ്, ലൈവായി ടീച്ചേഴ്സ് മുമ്പിൽ വരുമ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ അല്ലെ ഫോക്കസ് ചെയ്ത് അവരിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനാവും എന്നുകൂടിയാണ് അവൾക്ക് പറയാനുള്ളത്. അപ്പൊ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഗംഭീരമായ പെർഫോമൻസിന് അടുത്ത വർഷത്തെ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എന്നോടൊക്കെ പറയാനുള്ളത്. ഉണ്ട്. പക്ഷെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഉപ്പ അല്ലെ രണ്ടുപേരില്ലേ വീട്ടിൽ, വേറെ കൂടാതെ അനിയത്തി ഒരു അനിയനും ഇല്ലേ? ഇവരൊക്കെ ഉണ്ടാവുമ്പോ ഈ ഫോക്കസ് നഷ്ടപ്പെടുവോ വീട്ടിൽ നിന്ന്? ഇല്ല. പഠിക്കണം തന്നെ തീരുമാനിച്ചു റൂം അടച്ചിരുന്ന് പഠിക്കുമായിരുന്നോ? ഒരുപാട് നേരം പഠിക്കൂല,
പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയി പഠിക്കും. എന്നാലും അവര് വന്ന് അലമ്പാക്കുമായിരുന്നോ? ചേച്ചി നമുക്ക് അവിടെ പോവാ അവിടെ പോവാന്നൊക്കെ പറഞ്ഞു? ഇല്ല. ഇല്ല, അവരാ ഗൗരവം മനസ്സിലാക്കിയിരുന്നു. വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ആളുകൾ പറയാറുള്ളത്, ക്യാമ്പസിലാവുമ്പോ വീട്ടുകാരില്ലല്ലോ അടുത്ത്, അപ്പൊ വീട്ടുകാരുടെ ടെൻഷൻ കാണണ്ടല്ലോ എന്ന് പറയാറുണ്ട്. വീട്ടുകാരെപ്പോഴും ടെൻസ്ഡ് ആക്കിയിരുന്നോ മോളെ? ഇല്ല. ഇല്ല, അവരും മോൾക്കൊപ്പം മോളെ മനസ്സിലാക്കി നിന്നിരുന്നു അല്ലേ? അപ്പോ പാരന്റ്സും കൂടി ഇത് കേൾക്കണം. അടുത്ത വർഷം ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ വീട്ടിലുണ്ടാവും. നൂറയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി നിന്ന പോലെ നിങ്ങൾ നിൽക്കണം. വീട്ടിലെ അന്തരീക്ഷം വളരെ പ്രധാനമല്ലേ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുമ്പോ അല്ലേ? പറയൂ, ആ അന്തരീക്ഷത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ വീട് കുറച്ച് കാമൻ ക്വയറ്റാണ്. അപ്പം പിന്നെ പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അയൽവക്കത്തും അവിടെ എവിടെയൊക്കെയുള്ള ആളുകൾ എന്താ എവിടെയും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ചോദിക്കുക. ഇടയ്ക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ചോദിക്കും എന്താ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അവർക്ക് മനസ്സിലായിരുന്നു ഇതിന്റെ ഗൗരവം? ചിലർക്ക് എന്റെ നാട് കുറച്ച് ഉള്ളോട്ട്, അപ്പം എല്ലാവർക്കും അറിയൊന്നുമില്ല ഗൗരവം. ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനാ? ക്ലാസ് റൂമിൽ പോയി പഠിച്ചൂടെ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? കുറെ പേര് ചോദിച്ചിട്ടുണ്ടാ. ഫ്രണ്ട്സ് ഒക്കെ ക്ലാസ് റൂമിൽ പോകുമ്പോ മോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോൾഡ് ഡിസിഷൻ ഓൺലൈനിൽ പഠിക്കാന്ന് ആലോചിച്ചത്? ഓൺലൈനില് ഒന്നാമത് പോക്കുവരവിന്റെ സൗകര്യവും യാത്രയുടെ സമയമൊക്കെ ലാഭിക്കാം, അത്രയും സമയം കൂടെ പഠിക്കാം എന്നൊക്കെ തീരുമാനിച്ചു അല്ലേ? ഇതിനിടയിൽ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനിടയിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പും കൂടെ പർച്ചേസ് ചെയ്യാം, വേറെ എവിടെയും കൂടെയെങ്കിലും ഇച്ചിരി പഠിക്കാം, വേറെ ആരുടെയെങ്കിലും പരീക്ഷ ഒന്ന് പോയി എഴുതി നോക്കാം, എന്തെങ്കിലും ഒരു മെന്റൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. സൈലം മാത്രം മതി എന്ന് മോളങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോ ഉറപ്പിച്ചു പറയണം നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോൾ, എനിക്കിത് മതി, ഇതുകൊണ്ട് എനിക്ക് കഴിയാവുന്നതിന്റെ മാക്സിമം ദൂരെ നടക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഒരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നൊരു മെസ്സേജ് തന്നെയാണ് നൂറയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കിട്ടാത്തവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് മോക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ അവരോട് പറയാനുള്ളത്? ഈ പ്രാവശ്യം കഷ്ടിച്ചങ്ങ് പോയ ആളുകളോട് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടുമല്ലോ, അടുത്ത പ്രാവശ്യം കിട്ടുമല്ലോ എന്ന് വളരെ കൂളായി നൂറ പറഞ്ഞു വെക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടായിരുന്നു മോൾക്ക് ഈ പ്രാവശ്യത്തെ നീറ്റിന്റെ പേപ്പർ? ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സിമ്പിൾ ആയിരുന്നു. ഒക്കെ സൈലത്തിൽ പഠിപ്പിച്ചതേ, നമ്മള് ഫിസിക്സ് ഒക്കെ നമ്മൾ മെറ്റീരിയലിൽ അതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമ്മള് ചില സിലി മിസ്റ്റേക്ക് കാരണമാണ് കുറച്ച് മാർക്കിൽ കുറഞ്ഞത്. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ മോക്കാകെ ഫിസിക്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ പോയത്? ഫിസിക്സ് സത്യത്തിൽ ടഫായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അത്ഭുതം, നമ്മളുടെ കുട്ടികളെല്ലാരും പറയുന്നത് സൈലത്ത് പഠിച്ചവർക്ക് ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുകൾ തന്നെ മോക്ക് തോന്നിയോ? കെമിസ്ട്രിയോ? കെമിസ്ട്രി നല്ല എളുപ്പമായിരുന്നു. ബയോളജി ആയിരുന്നു എപ്പോഴും നൂറൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ടഫൊക്കെ മോള് ശരിയാക്കി. ടഫ് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യനുകളിൽ? ഇല്ല. സമയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് ഒക്കെ? ഞാൻ പൊതുവെ ഫിസിക്സ് ഫസ്റ്റ് ഒന്ന് നോക്കും പേപ്പേഴ്സ്, അപ്പം അവസാനം മാർക്ക് ചെയ്യുന്നതിൽ ഒരു ടൈം കുറവുണ്ടായിരുന്നു. ബയോളജി ആണോ ആദ്യം എഴുതിയത്? എഴുതിയത് ബയോളജി, പക്ഷെ അതിന് മുന്നേ ഫിസിക്സ് ഒന്ന് നോക്കിയിരുന്നു. നോക്കിയത് കൊണ്ട് സമയത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നു. ശരി, അതുപോട്ടെ. പക്ഷെ ആ നോക്കി വെക്കല് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടാവൂലേ അല്ലെ? ബയോളജിക്ക് ശേഷം എനിക്ക് ചെയ്യാവുന്ന ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ശരി, അപ്പോ എങ്ങനെ സഹായിച്ചു കഴിഞ്ഞ വർഷത്തെ അവസാന സമയത്തുള്ള റിവിഷനുകളിലെ പരീക്ഷ എഴുത്തൊക്കെ? പരീക്ഷ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവസാനമൊക്കെ നല്ല മാർക്ക് അത്യാവശ്യം കുറവുണ്ടായിരുന്നു, പക്ഷെ നീറ്റ് എത്തിയപ്പോ അതിനേക്കാൾ നന്നായിട്ട്. ഇവിടുന്ന് എല്ലാവരും പറഞ്ഞു എന്നോട്, ലിനീഷ് സാറും ജാബിർ സാറും എല്ലാം പറഞ്ഞു മോള് നല്ല മാർക്ക് വാങ്ങിയിട്ടും അവസാനത്തെ പരീക്ഷ എത്തുമ്പോൾ മോൾ ഒന്നങ്ങ് ഡൗൺ ആയി എന്ന് പറഞ്ഞു അല്ലേ? ഡൗൺ ആയി എന്ന് പറയുമ്പോൾ എത്ര വരെ ഡൗൺ ആയി പോയിരുന്നു? ലാസ്റ്റ് ഒരു 652 അല്ലേ? 650 ഒക്കെ റേഞ്ചിലേക്ക് എത്തി. 650 ഒക്കെ റേഞ്ചിലാണ് അവസാന കാലത്ത് മോഡൽ എക്സാമുകളൊക്കെ എഴുതിയ സമയത്ത് നൂറ വന്നത്. അതിനെ നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ 700 കടത്തിയിട്ടുണ്ടെങ്കിൽ നൂറയുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നു? അടിമുടി കോൺഫിഡൻസിന്റെ പേരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ എന്ന് പറയുന്നത്. കാരണം 601 കിട്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. 650 താണുപോയിട്ടും കൂളായി 700-നപ്പുറത്തേക്ക് കടക്കാനുള്ള ക്യാപ്പബിലിറ്റി എനിക്കുണ്ട് എന്ന് നൂറ പ്രൂവ് ചെയ്യുന്നു. വേണ്ടത് ആ ആത്മവിശ്വാസമാണ് എന്നാണോ മോൾക്ക് ഇനി എഴുതുന്നവരോട് പറയാനുള്ളത്? കോൺഫിഡൻസ് മാത്രമല്ലേ സത്യത്തിൽ നമ്മളെ രക്ഷിക്കുക? ഇതിനേക്കാൾ ബെസ്റ്റായ കോച്ചിങ് എവിടെയെങ്കിലും കിട്ടുമെന്ന തോന്നൽ നൂറക്കുണ്ടോ? ഇല്ല. എന്തൊക്കെയായിരുന്നു മോൾക്ക് മോളെ സഹായിച്ച ഘടകങ്ങൾ എന്ന് സൈലത്തെ കുറിച്ച് പറയാനുള്ളത്?
മൈൻഡ് മാപ്പ് ആയാലും മെറ്റീരിയല് പിന്നെ ക്ലാസ് ഒക്കെ നല്ല DPPs ഒക്കെ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ടാ? ഈ മൈൻഡ് മാപ്പ് മോള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷനിൽ? ഞാൻ ലാസ്റ്റ് ടൈമില് നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവസാന സമയത്ത് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി മൈൻഡ് മാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അവസാന ദിവസമൊക്കെ എത്ര മണിക്കൊക്കെ കിടന്ന് ഉറങ്ങി? ഞാൻ വേഗം ഉറങ്ങിയിട്ടുണ്ട്. എത്ര മണി എന്നാലും? 10-10:30 ഒക്കെ ആവും. അതൊരു മാനസികാവസ്ഥയൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാ? ഉണ്ട്. ഉമ്മയും ഉപ്പയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് കുറച്ചും കൂടെ ടെൻസ്ഡ് ആയിരുന്നു എന്നെക്കാൾ. ആരെ, ഉമ്മക്കായിരുന്നോ ഉപ്പക്കായിരുന്നോ കൂടുതൽ? ഉമ്മക്കായിരുന്നു. ഉമ്മ എപ്പോഴും മോളുടെ റിസൾട്ടിനെ വലിയ പ്രതീക്ഷയോടുകൂടെ നോക്കി കണ്ടിരുന്നു അല്ലെ? എന്നാൽ ഇത് റിസ്ക് ആണെന്ന് മോക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയില്ല, പഠിച്ചാൽ കിട്ടും. തോന്നിയിട്ടേ ഇല്ല. പഠിച്ചാൽ എന്തായാലും നമുക്ക് ഇതിനപ്പുറത്ത് പോവാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഘടകം അതാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് പല ആളുകളും കരഞ്ഞൊക്കെ ഇരിക്കുന്നതായിരിക്കും. ഇന്നലെ കുറേ പേര് ഞാൻ മോളോട് പറഞ്ഞില്ലേ, എന്നെ വിളിച്ച് കരഞ്ഞു, ഇനി എന്താ ചെയ്യുക, ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ അടുത്ത നീറ്റും എന്നൊക്കെ ചോദിച്ചു. എവിടെ പോണെന്നാണ് മോഹം ശരിക്കും? ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴെങ്കിൽ കോഴിക്കോട് കിട്ടണമെന്നായിരുന്നു. എയിംസ് പോണെന്ന് മോഹമില്ല? ഇഷ്ടമുണ്ട്, കിട്ടിയ 700 കടന്നാൽ എയിംസ് സേഫ് ആണ് എന്ന സാഹചര്യം നിലനിൽക്കെ എയിംസ് തന്നെ ആയിരിക്കില്ലേ മോളുടെ സ്വപ്നത്തിൽ ഉണ്ടാവുക? എയിംസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എയിംസിലേക്ക് പോകണം ഞങ്ങളുടെ കുട്ടികൾ ഒരുപാട് പേർ എന്ന് ആഗ്രഹിച്ച അക്കാഡമിക് ഇയർ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം. അപ്പോൾ എയിംസിലേക്ക് പോകണം എന്ന് നിങ്ങളും കൂടെ ആഗ്രഹിക്കണം പഠിക്കുന്ന സമയത്ത്. ആ ബോധത്തോടു കൂടെ പഠിച്ചാൽ 700 നമ്മൾ കൂളായി മറികടക്കും അല്ലേ? മലപ്പുറത്ത് നിന്നാണ് നൂറ വരുന്നത്. എങ്ങനെ ഉണ്ട് മോള് പഠിച്ച സ്കൂളൊക്കെ ഓർക്കുന്നുണ്ട്? അവിടുത്തെ ഒക്കെ ആളുകളെയൊക്കെ അവരൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ആരോട് പറഞ്ഞിട്ടില്ല? ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അറിയുമല്ലോ. അറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമോ? അവിടെ മോളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാ? ഒരുപാടില്ല, എന്നാലും നാളെ എയിംസിലൊക്കെ പോയി അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നിടത്ത് MBBS ഒക്കെ ചെയ്ത് നാട്ടിലേക്കൊക്കെ തിരിച്ചു വന്ന് എന്താവണം എന്നാണ്? എന്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യണം, ഏത് കൈൻഡ് ഓഫ് ഡോക്ടർ ആവണം എന്നൊക്കെയാണ് ഇപ്പോൾ ഉള്ള മോഹം? ന്യൂറോ സർജൻ ആയിട്ട് വരണം. വളരെ സ്പെസിഫിക് ആയി തീരുമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് നൂറ നിൽക്കുന്നത്. MBBS കഴിയണം, അതിനുശേഷം MD സർജറിയിൽ ചെയ്യണം, സർജനായി വരണം എന്നൊക്കെ തീരും. നമ്മളുടെ ലക്ഷ്യമൊക്കെ വളരെ സോളിഡായി വളരെ ഫിക്സ്ഡ് ആയി നിൽക്കണം എന്നുകൂടിയാണ് നൂറ നമ്മളോട് പറയുന്ന മെസ്സേജ്. ആ മെസ്സേജ് എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവണം. വേറെന്തൊക്കെയാ അടുത്ത വർഷത്തെ? നമ്മൾ വളരെ നേരത്തെ റിപ്പീറ്റർ ബാച്ച് തുടങ്ങുകയാണ്. 15-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മൾ റിപ്പീറ്റർ ബാച്ച് തുടങ്ങുന്നുണ്ട്. എന്താ അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സിനോട് പറയാനുള്ളത്? എന്നാലും തുടക്കം മുതലേയുള്ള സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ എന്താ മോക്ക് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞാലും കുറച്ച് ലേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാലും ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും റിവൈസ് ചെയ്ത് നമ്മുടെ തലയിൽ നിൽക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എടുത്ത എഫേർട്ട് എന്തായാലും വർത്ത് ആവും ലാസ്റ്റിക്ക്. തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണോ അതോ കൂടുതൽ ന്യൂമറിക്കൽസ് ചെയ്തതാണോ മോക്ക് സഹായത്? ഞാൻ ബേസ് നന്നായി സ്ട്രോങ് ആക്കി വെച്ചു. അപ്പൊ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാവുമായിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയോ? ഞാൻ കെമിസ്ട്രിയും ബയോവും ടെക്സ്റ്റ് ബുക്ക് മാത്രമേ പഠിച്ചത്. ഫിസിക്സ് പഠിച്ച നോട്ട്സ് മാത്രമായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ രണ്ടും രണ്ട് തരത്തിൽ മോളെ ഹെൽപ്പ് ചെയ്തു എന്ന തോന്നലുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിലെ ടീച്ചേഴ്സ് ഒക്കെ? എപ്പോഴും മോക്ക് ഇഷ്ടമായിരുന്നോ? എന്തും ചോദിക്കാനും എന്തും ക്ലാരിഫൈ ചെയ്തു തരാനും ഒക്കെ ഓക്കെ ആയിരുന്നു? ഒരു സെൽഫ് ഓഡിറ്റിങ്ങും കൂടെ നൂറ റിസൾട്ടായി വരുമ്പോൾ നടത്തണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. എല്ലാവരും അവളെ സഹായിച്ചിരുന്നോ? എല്ലാവരും അവൾക്കൊപ്പം നിന്നിരുന്നോ? അവളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ അവർ സഹായിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയണം. എന്നാലും മോളെ വിളിച്ചു നോക്കുകയും പരീക്ഷ അടുപ്പിച്ച് ഉമ്മയോടൊക്കെ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ സൈലം? എല്ലാം ചെയ്തിരുന്നു. എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ജാബിർ സാർ ഇന്നലെ ഓടി വന്ന് രാത്രി തന്നെ വന്നിട്ട് പറഞ്ഞു നൂറ രാവിലെ വരും എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇന്നലെ രാത്രി പറഞ്ഞു. ഇവിടുന്ന് രാത്രി ജാബിർ സാർ പോയത് 1 മണിക്കാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇന്നലെ രാത്രിയാണ് പോയത്. എന്നിട്ടും രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മോള് വരും എന്ന് പറഞ്ഞ് അവരിരുന്നു. അപ്പൊ അവരുടെ ഉള്ളിലുള്ള, ഞാൻ എന്നെ കുറിച്ച് പറയണ്ട, ഞാൻ അവരെ കുറിച്ച് പറയണം, അതുകൊണ്ടാണ് പറയാം, ഞങ്ങളുടെ എല്ലാവരുടെയും
ഉള്ളിലുള്ള ഒരു ആഹ്ലാദം വളരെ വലുതായിരുന്നു. ആ അർത്ഥത്തിൽ മോക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ സൈൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉമ്മ എപ്പോഴും പറയും, നീ ഞങ്ങളെ അലക്കേണ്ട, സൈല എനിക്ക് എത്രയും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ സൈലത്തിന് ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും. സൈലത്തിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉമ്മ എപ്പോഴും പറഞ്ഞത് കേട്ടാണ് നൂറ 700 കടന്നു പോകുന്നത്. സൈലത്തിനൊരു റിസൾട്ട് എന്നതിനേക്കാൾ കേരളത്തിന് മലപ്പുറത്ത് നിന്നൊരു വലിയ റിസൾട്ട്, കേരളത്തിന് ഞങ്ങളിൽ നിന്നൊരു വലിയ റിസൾട്ട് എന്ന രീതിയിൽ ഈ റിസൾട്ടിനെ സൈലം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എല്ലാ അർത്ഥത്തിലും നൂറ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. നേരത്തെ പഠിക്കാൻ തുടങ്ങണം. നൂറ പറയുന്നത് നോക്കണം, നിങ്ങൾ ഒരുപാട് വൈകി റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കരുത്. നേരത്തെ പഠിക്കാൻ വേണ്ടി തുടങ്ങണം. ഒരു ദിവസം നേരത്തെ, അല്ലേ? ഒരു ദിവസം നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഡെഫിനറ്റായും കോൺഫിഡൻസിനെ മാത്രം നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഞാനായി തീരാം എന്ന കോൺഫിഡൻസ് ആണ് നൂറ മുന്നോട്ട് വെക്കുന്നത്. എന്നാലും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളെ കുറിച്ചുള്ള പ്ലാനൊക്കെ എന്താ? കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? ഇന്നെവിടെയോ നിശ്ചയത്തിനോ എന്തിനാ പോകാനുള്ളത്? സൽക്കാരമുണ്ട്. കുറെ കാലം അല്ലേ നമ്മൾ സൽക്കാരത്തിലൊക്കെ പോവാത്താല്, കുറെ കാലം. അപ്പോൾ നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, കല്യാണവും സൽക്കാരവും ഒക്കെ ഒരു കൊല്ലം മാറ്റി വെക്കണം എന്ന് പറയാറുണ്ട്. നിങ്ങൾ നോക്ക്, 700 മാർക്കൊക്കെ വാങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ സൽക്കാരത്തിനൊക്കെ ഇറങ്ങണം നമുക്ക് ഈ കൊല്ലം കഴിഞ്ഞ്. അതുകൊണ്ട് ഒരു കൊല്ലം സെലിബ്രേഷനൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ അടുത്ത കൊല്ലം തൊട്ട് സെലിബ്രേഷന്റെ വലിയ കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ കുട്ടികളോട് മാത്രമല്ല, സൈലം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൂടെ പോവുകയാണ്. അറിഞ്ഞിരുന്നോ നൂറ വിശേഷങ്ങളൊക്കെ? അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ തമിഴ് കൂടാതെ നമുക്ക് ഈ പ്രാവശ്യം കോയമ്പത്തൂരിൽ പുതിയ ക്യാമ്പസ് ആവുകയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മളുടെ അത്രയും മാർക്ക് വേണ്ട തമിഴ്നാട്ടിൽ MBBSന് വലിയ സ്കോറൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉള്ളൊരു കോച്ചിങ് ഇൻഡസ്ട്രി സൈലത്തെ കാണുകയാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്ക് എല്ലായിടത്തേക്കും സൈലം പതിയെ നടക്കുകയാണ്. തമിഴ് നൂറൊക്കെ അറിയില്ല, എന്നാൽ പോലും ഇനി വരാനിരിക്കുന്ന പുതിയ ക്യാമ്പസുകളിലെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലെ എല്ലാവരോടും നമുക്ക് ഫൈനലായി ക്രിസ്പായി 1-2 കാര്യങ്ങൾ നൂറൊക്കെ പറയാൻ തോന്നുന്നത് പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. എന്താ പറയാറുള്ളത്? അവരെങ്ങനെ സൈലത്തെ വിശ്വസിക്കണം, എന്ത് ചെയ്യണം, അല്ലെ? അവിടെയൊക്കെ വരുന്ന സമയത്ത് സൈലം ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടുത്തെ പാരൻസ് ഒരു വലിയ ഫാക്ടറാണ്. മോളുടെ പാരന്റ് ആയിരുന്നോ മോളായിരുന്നോ ഡിസൈഡ് ചെയ്തത് സൈലത്ത് പഠിക്കണമെന്ന്? മോളായിരുന്നു ഡിസൈഡ് ചെയ്തത്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ പ്ലാറ്റ്ഫോമിനെ എടുത്തു പറയാറുള്ളത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആ പാരൻസ് ഒക്കെ ഉണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും. തമിഴ്നാട് എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ ഒക്കെ ബോർഡറൊക്കെ അതിന്റെ ഭാഗമായി വരും. അവരോടൊക്കെ കോയമ്പത്തൂർ സെന്ററിലേക്കൊക്കെ ധൈര്യത്തിൽ വണ്ടി കയറാം, സൈലം കോൺഫിഡൻസോടുകൂടി ഒപ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണോ നൂറയ്ക്ക് പറയാനുള്ളത്? എന്നാൽ അതിനെ കുറിച്ച് ഒന്ന് പറയും, എന്തൊക്കെയാ പറയാനുള്ളത്? പ്രാവശ്യം നീറ്റില് ചിലപ്പം ചിലർക്ക് മാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് വിചാരിച്ച് ടെൻഷനേ ആവണ്ട, അടുത്ത കൊല്ലം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സൈലത്തിന്റെ പ്ലാൻ എന്താണോ അതിന്റെ കൂടെ പോവാ, നമ്മള് അതിന് ട്രസ്റ്റ് ചെയ്യാം. എനിക്ക് കിട്ടുമോ എന്നുള്ള ഒരിക്കലും ആ ഒരു ചിന്ത വരണ്ട. നമ്മള് ആ മെറ്റീരിയലും അവരുടെ പ്ലാനൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് എന്തായാലും കിട്ടും. അങ്ങനെ പറഞ്ഞാണ് നൂറ വൈൻഡപ്പ് ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക, ഓരോ ഘട്ടത്തിലും മൈൻഡ് ഫോക്കസ് മാറി, അല്ലേ, ഷിഫ്റ്റായി കളിക്കാതിരിക്കുക. ബ്ലൈൻഡായി ഒരു പ്ലാനിനെ, സൈലത്തിന്റെ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾ എല്ലാവരും അടുത്ത കൊല്ലത്തെ 700കൾ കടക്കാൻ കാപ്പബിലിറ്റി ഉള്ള ആളുകളാണെന്ന് ഉള്ളിൽ പറഞ്ഞ് കോൺഫിഡൻസോടുകൂടെ പോവുക. റെഡി അല്ലേ? അപ്പൊ അവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പറയും എല്ലാവർക്കും അടുത്ത മീറ്റിന് ഓൾ ദി ബെസ്റ്റ്. അടുത്ത നീറ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് പറഞ്ഞാണ് നൂറ അവസാനിപ്പിക്കുന്നത്. കേരളത്തിന് മുമ്പിൽ നൂറയുടെ റിസൾട്ട് അഭിമാനത്തോടുകൂടെ സൈലം വെക്കുകയാണ്. ആൾ ദി ബെസ്റ്റ്. അപ്പം നൂറയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. നൂറയുടെ ഉപ്പയും ഉമ്മയും അതേപോലെ അനിയത്തിയും അനിയനും ഒക്കെ ഇവിടെയുണ്ട്. ഇവരെല്ലാം ഉണ്ടായിരുന്നു ഓൺലൈനകത്ത്. നൂറ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് നൂറയെ കേട്ടതുപോലെ തന്നെ പ്രധാനമാണ് നൂറ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നൊക്കെ നമുക്കറിയുന്നുണ്ട്. കൂടുതൽ സമയം നൂറയെ കണ്ടിട്ടുണ്ടാവുക ഉമ്മയായിരിക്കും, അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈനകത്ത് പഠിക്കുന്ന നൂറ? ഓൺലൈൻ നല്ല ബെറ്റർ ആയിരുന്നു. മോള് നല്ല രീതിയിൽ ക്ലാസ് കാണും. ലൈവ് ക്ലാസ് കണ്ടതിന് ശേഷം അത് ഒന്നുകൂടി പഠിച്ച് പിന്നെ വീണ്ടും ഒന്ന് രാത്രിയിൽ ഒന്നും കൂടി റെക്കോർഡിൻ്റെ ആകുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അതൊക്കെ കണ്ട് പഠിച്ചു പോകാറുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഓളെ ക്ലാസ്സുകളൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ സൈലത്തിലെ എല്ലാ സാർമാരും എനിക്കറിയാം. മോളുടെ കൂടെ ജസ്റ്റ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എനിക്കറിയാം. LK സാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറ്, ജാബിർ സാറ്,
പിന്നെ മറ്റ് വേറെ എന്ത് സാർ ആ ഇവള് പറഞ്ഞു എന്നോട് നേരത്തെ ജാബർ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് അപ്പൊ സൈലത്തിലെ സാർമാരൊക്കെ നല്ല മെന്ററിയോ? മെന്റർ സൂപ്പറാണ്, ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും. അവള് പറഞ്ഞു മെന്റർ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ മെന്ററെ വിളിച്ചോണ്ടിരിക്കുന്നത് ആണല്ലേ. മക്കൾക്ക് നല്ലൊരു എന്താ പറയാ സപ്പോർട്ടിങ് ആണ് സാർമാരായാലും. ഉപ്പയ്ക്ക് എന്താ തോന്നുന്നത് ഇപ്പൊ? എന്താ അവസ്ഥ? ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? കോളേക്കാളും ടെൻഷൻ ഉണ്ടാവില്ലേ സത്യത്തിലേക്ക്? ഉണ്ടായിരുന്നു, എന്നാലും എവിടെയെങ്കിലും സീറ്റ് കിട്ടുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. 700 കടക്കും തോന്നിയിരുന്നു. 700 കടക്കുന്ന് ലാസ്റ്റ് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. താഴേക്ക് വരുമോന്നുള്ള ഫോർസൈറ്റ് എക്സാം GIBക്ക് കുറച്ച് താഴോട്ട് പോയി അല്ലേ? GIBക്ക് താഴോട്ട് പോയ സമയത്ത് തോന്നുന്നുണ്ട് ഫസ്റ്റിലൊക്കെ നല്ല 200 മേലായിട്ട് തന്നെ സ്കോർ ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സത്യത്തില് രണ്ടർത്ഥത്തിൽ വീട് ഗുണമായിരിക്കും. ചിലപ്പോൾ നമ്മളെ പാരന്റ്സ് നമ്മളെ മനസ്സിലാക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ സത്യത്തിൽ ഭയങ്കര ഗുണമായിരിക്കും. ഇനി ഒന്ന് ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പാരന്റ്സ് ആകുമ്പോൾ കുഴപ്പവും ഉണ്ടാവും കുട്ടികൾക്ക്. അവർക്ക് അവിടെ നല്ല ഫ്രീഡാ, വീട്ടില് പഠിക്കാൻ വേണ്ടി എല്ലാവരും പറയില്ല, ഒന്നും പറയില്ല, ഞാൻ പറയും. സ്ട്രെസ് ഒന്നും കൊടുത്തിട്ടില്ല. അവര് സർക്കാർ കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മോനെങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ പോയിട്ട്? ഉണ്ടാ അടി ഉണ്ടാക്കാറുണ്ടോ പോയിട്ട് പഠിക്കുമ്പോ? ഇത്തയായിട്ട് അതോ ഇത്തയാണോ ഇങ്ങോട്ട്? നൂറത്തായിട്ട് ഞാൻ എല്ലാ ദിവസവും TV കാണുമ്പോൾ വന്നു ഓളെ വന്നിട്ട് വെറുപ്പിക്കും അല്ലേ? ഓളിങ്ങനെ വന്നിട്ട് വെറുപ്പിക്കും. മോൻ TV കാണുമ്പോ നൂറത്താത്ത വന്നിട്ട് മോനെ വെറുപ്പിക്കും അല്ലേ? പിന്നെ മോനെ സൗണ്ടിലൊന്നും TV വെക്കാനൊന്നും സമ്മതിക്കൂല അല്ലേ? അപ്പൊ ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ മോനല്ലേ? അല്ലേ ശരിക്കും അല്ല? എത്താത്ത ഓൺലൈനിൽ പഠിക്കുമ്പോ മോനെ ഇങ്ങനെ വെറുപ്പിക്കുക, TV കാണാനും സമ്മതിക്കുന്നില്ല അല്ലേ? അപ്പൊ മോനാണ് ആകെ ഓൺലൈനിൽ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമുള്ളത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സംബന്ധിച്ചിടത്തോളം? താത്ത ഇങ്ങനെ പഠിക്കുന്നൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ +2 അല്ലേ? എങ്ങനെയുണ്ട് താത്തയുടെ പഠിക്കുമ്പോ തലവേദനയോ? എങ്ങനെയുണ്ട് താത്തേന്റെ റിസൾട്ട് കാണുമ്പോൾ മോക്ക് എന്താ തോന്നുന്നത്? ഒരു ഭയങ്കര ഭാരം തോന്നുന്നുണ്ടോ? ഇനി എന്നെ ആളുകൾ ഇങ്ങനെ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ആ എക്സ്പെക്ടേഷൻ മോള് കീപ്പ് ചെയ്യും. ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലിയിലുള്ള ആളുകൾ എല്ലാരും ആയിരുന്നു. അപ്പൊ എല്ലാരും ഭയങ്കര രസമായി എന്ത് ചെയ്യാണ് കാണുകയാണ്. നൂറയുടെ ഉമ്മയും ഉപ്പയും അല്ലേ? ഇനിയിപ്പോ വെറുപ്പിക്കലൊന്നും ഉണ്ടാവൂലല്ലോ അല്ലേ? പഠിച്ചൊക്കെ കഴിഞ്ഞോണ്ട് ഇനി ഓക്കെ ആയിരിക്കൂലേ? മോൻ ഹാപ്പി അല്ലേ? അല്ലേ? മോനും എല്ലാരും ഭയങ്കര ഹാപ്പിയായി എന്ത് ചെയ്യുകയാണ്. ഇപ്പൊ വെറുപ്പിക്കലില്ല അല്ലേ? അപ്പോ എല്ലാരും ആ റിസൾട്ടിന്റെ സന്തോഷത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് നൂറയുടെ മുഖത്തുള്ളതിനേക്കാൾ സന്തോഷം ബാക്കി എല്ലാവരുടെയും മുഖത്തുണ്ട് എന്നാണ്. അപ്പോ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റണം നമ്മളുടെ ഉപ്പയ്ക്കും ഉമ്മക്കും ഒക്കെ നമ്മളുടെ അടുത്ത വർഷത്തെ റിസൾട്ട്. ഈ പിക്ചർ കണ്ടിട്ട് വേണം നിങ്ങളെല്ലാവരും വാശിയോടുകൂടെ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്ത് ഗംഭീരമായി തീരാൻ.